അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുള്ളതിൻ്റെ ബാക്കി പോർഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി ഡാറ്റ പ്രോസസ്സിംഗ് എന്താണ്, അതിൻ്റെ സ്റ്റെപ്സ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ടെക്നിക്സിനെ കുറിച്ചിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിസ്ക്രിപ്റ്റീവ് ടെക്നിക്സ് ഏതൊക്കെയാണ് എന്നാണ് പറയുന്നത്. ദ മോസ്റ്റ് കോമൺ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ്ഡ് ഇൻ റിസർച്ച് കൺസിസ്റ്റ് ഓഫ് പെർസെൻറ്റേജസ് ആൻഡ് ഫ്രീക്വൻസി ടേബിൾ. പെർസെൻറ്റേജസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കഴിഞ്ഞ ഇയറുകളിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു വസ്തുവിന് നമ്മൾ ഒരുപാട് വസ്തുക്കൾ നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ കോമൺ ആക്കിക്കൊണ്ട് എല്ലാം പരസ്പരം കമ്പയർ ചെയ്യുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിന് നമ്മൾ പെർസെൻറ്റേജ് എന്ന് പറയും. അതായത് ഒന്നുകൂടി വേർഡ്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ശതമാനത്തിലായും കൊണ്ട് അല്ലെങ്കിൽ 100-ൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പെർസെൻറ്റേജ് എന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെ ഫ്രീക്വൻസി ടേബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ടേബിളാണ്. ആ ടേബിളിൽ ഓരോന്നും എത്ര തവണ ആവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അതിൻ്റെ ഫ്രീക്വൻസി ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടേബിളിനെയാണ് നമ്മൾ ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി നമ്മൾ വൈഡറായിട്ട് ഒന്നുകൂടി പറയാം. പെർസെൻറ്റേജസ് ആർ എ പോപ്പുലർ മെത്തേഡ് ഓഫ് ഡിസ്പ്ലേയിങ് ഡിസ്ട്രിബ്യൂഷൻ. Percentages are the most powerful in making comparison. In percentages, we simplify the data by reducing all numbers in a range of 10 to 100. ഡാറ്റ 100-ലേക്ക് അല്ലെങ്കിൽ 10-ലേക്ക് നമ്മൾ ലഘൂകരിച്ചുകൊണ്ട് കാണിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേമാണ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ശരാശരി എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അതായത് 100-ൽ നമ്മൾ എത്രത്തോളം ആ ഡാറ്റ ഉണ്ടെന്ന് എക്സ്പ്രസ് ചെയ്തുകൊണ്ട് പറയണം. ഇതിന് പ്രധാനപ്പെട്ട ഒരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പല ഡാറ്റകൾ, ഇപ്പോൾ ഒരു എക്സാം നടത്തിയെന്ന് വിചാരിക്കാം. ഒരു കുട്ടി 2-3 എക്സാമുകൾ അറ്റൻഡ് ചെയ്തു. ചില എക്സാമുകൾ 20 മാർക്കിനായിരുന്നു, ചില എക്സാമുകൾ 100 മാർക്കിനാണ്, ചില എക്സാമുകൾ 50 മാർക്കിനാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഡാറ്റ അതേ രീതിയിൽ നിന്നുകൊണ്ട് നമുക്ക് പരസ്പരം കമ്പയർ ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതായത് 20-ൽ ഇത്ര മാർക്ക്, 50-ൽ ഇത്ര മാർക്ക്, 100-ൽ ഇത്ര മാർക്ക് എന്ന് പറയുമ്പോൾ മൂന്ന് രീതിയിലാണ് ഡാറ്റ ഉള്ളത്. അപ്പോൾ ഈ ഡാറ്റയെ സിമ്പിളായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, പെർസെൻറ്റേജ് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോന്നിനും എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പരസ്പരം പെർസെൻറ്റേജുകൾ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഏതിലാണ് ബെസ്റ്റ് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ മറ്റൊരു ഡിസ്ക്രിപ്റ്റീവ് ടെക്നിക്കാണ് ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയുന്നത്. വൺ ഓഫ് ദി മോസ്റ്റ് കോമൺ വേസ് ടു ഡിസ്ക്രൈബ് എ സിംഗിൾ വേരിയബിൾ ഇൻ വിച്ച് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. Frequency distribution can be depicted in two ways, a table or as a graph. If the frequency distribution is depicted in a form of a table, we call it frequency table. കഴിഞ്ഞ BNSൻ്റെ പേപ്പറുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ടേമാണ് ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വേരിയബിളിനോട് കൂടി നെക്സ്റ്റ് കോളമായും കൊണ്ട് ആ വേരിയബിൾ എത്ര തവണ ആവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കണ്ടിന്യൂസ് സീരീസിലൊരു ഡാറ്റ, ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മാർക്കെന്നോ ഏജ് എന്നോ എന്തെങ്കിലും പറയുന്ന എക്സ് എന്ന് പറയുന്നൊരു വേരിയബിൾ 0 to 10 ഫസ്റ്റ് ക്ലാസ് ആണ്. ആ ക്ലാസ്സിന് നേരെ അതിൻ്റെ ഫ്രീക്വൻസി ആയിട്ടുള്ള 10 എന്ന് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 10 to 20 നെക്സ്റ്റ് ക്ലാസ്, അതിൻ്റെ ഫ്രീക്വൻസി ആയിട്ടുള്ള 25 എന്നിങ്ങനെ കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളൊരു ടേബിളായിട്ട് ഓർഗനൈസ് ചെയ്തുകൊണ്ട് വേരിയബിളിനോട് തൊട്ടടുത്ത് അതിൻ്റെ ഫ്രീക്വൻസി കാണിക്കുന്ന ഒരു ടേബിളിനെയാണ് നമ്മൾ ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫ്രീക്വൻസി നമുക്ക് 2 രീതിയിൽ പ്രധാനമായിട്ടും കാണിക്കാം. ഒന്ന് ഗ്രാഫിക്കലായി കാണിക്കാം, മറ്റൊന്ന് ടാബിളായിട്ടും കാണിക്കാം. ഇപ്പോൾ ഫ്രീക്വൻസി ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ടാബുലാർ ഫോർമാറ്റിൽ കാണിക്കുന്നതിനെയാണ് ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ,
മറ്റൊന്നാണ് കണ്ടിൻജൻസി ടേബിൾ. ഓക്കെ, അത് മറ്റൊരു ഡിസ്ക്രിപ്റ്റീവ് ടെക്നിക്കാണ് കണ്ടിൻജൻസി ടേബിൾ എന്ന് പറയുന്നത്. എ കണ്ടിൻജൻസി ടേബിൾ ഷോസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് ഇൻ എ ടാബുലാർ ഫോം. The term contingency table was first used by the statistician Carl Pearson in 1904. Contingency table are especially used in chi-square test. നമ്മൾ പറഞ്ഞു, ഒരു വേരിയബിൾ ഉള്ള സമയത്താണ് നമുക്ക് കൃത്യമായും കൊണ്ട് അതിൻ്റെ വേരിയബിൾ ഒരു ഫ്രീക്വൻസി ടേബിൾ നമ്മൾ കാണിക്കും. പക്ഷേങ്കിൽ രണ്ട് വേരിയബിൾ തമ്മിൽ പരസ്പരം നമ്മൾ കമ്പയർ ചെയ്യുന്ന, അല്ലെങ്കിൽ രണ്ട് വേരിയബിൾ തമ്മിൽ അതിൻ്റെ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ടേബിളിനെയാണ് നമ്മൾ കണ്ടിൻജൻസി ടേബിൾ എന്ന് പറയുന്നത്. വളരെ ലഘൂകരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, രണ്ട് ഡാറ്റ, ഫോർ എക്സാമ്പിൾ എക്സ് വൈ എന്ന് വിചാരിക്കാം. ഇതിന് ആ എക്സിലും വൈയിലും നമ്മളൊരു എന്താ പറയുക, എന്തെങ്കിലും ഒരു ഇവൻ്റ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാറ്റഗറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എക്സിലെത്ര വൈയിലെത്ര. അതുപോലെ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒന്നൊരു എക്സ് വൈ ഒഴിവാക്കിയിട്ട് മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെ 10th സ്റ്റാൻഡേർഡിൽ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ 10th എയും 10th ബിയും ഉണ്ട്. അപ്പോൾ അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കുന്നുണ്ട്. 10th എയിലും ആൺകുട്ടികളുണ്ട്, 10th ബിയിലും ആൺകുട്ടികളുണ്ട്. അതുപോലെ തന്നെ 10th എയിലും ബിയിലും പെൺകുട്ടികളുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ കണ്ടിൻജൻസി ടേബിളായിട്ട് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ റോലോ അല്ലെങ്കിൽ കോളത്തിൽ എവിടെയെങ്കിലും ഒന്ന് 10th എ എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ കോളത്തിൻ്റെ ഹെഡുകളായിട്ട് ക്യാപ്ഷൻ ആയതുകൊണ്ട് 10th എ എന്ന് കൊടുത്തു, 10th ബി എന്ന് കൊടുത്തു. അതുപോലെ തന്നെ രണ്ട് റോകളുടെ ഹെഡിങ്ങുകളായിട്ട് ഗേൾസ് എന്നും ബോയ്സ് എന്നും കൊടുക്കുകയാണ്. ഇപ്പോൾ 10th എയിലുള്ള ഗേൾസ് നമുക്ക് നേരെ കാണാൻ പറ്റും. അതുപോലെ 10th ബിയിലുള്ള ബോയ്സ് രണ്ടാമത്തെ റോയിൽ നമുക്ക് കാണാൻ പറ്റും. ദെൻ 10th ബിയിലുള്ളത് ഫസ്റ്റ് റോല് മൂന്നാമത്തെ കോളം, അതായത് ഫസ്റ്റ് കോളത്തിൽ നമ്മൾ ഹെഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് റോയിലുള്ള രണ്ടാമത്തെ വാല്യൂ ആയതുകൊണ്ട് നമുക്ക് 10th ബിയിലെ ബോയ്സിനെ കാണാൻ പറ്റും. സോ അങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് കണ്ടിൻജൻസി ടേബിൾ എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. രണ്ട് വേരിയബിൾസുകൾ തമ്മിൽ അതിൻ്റെ റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതിന് കണ്ടിൻജൻസി ടേബിൾ പറയുന്നത്. സാധാരണ 2x2 ടേബിളാണ് നമ്മൾ കണ്ടിൻജൻസി ടേബിൾ എന്ന് പറയുന്നത്. മേ ബി നമുക്ക് 3x3, 4x4 ഒക്കെ ഉണ്ടാക്കാം. പക്ഷേ കണ്ടിൻജൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും 2x2 ടേബിളാണ് കേട്ടോ. ഇവ മറ്റൊരു ടേമിലേക്കാണ് നമ്മൾ പോകുന്നത്, ഗ്രാഫ്സ് ആൻഡ് ഡയഗ്രംസ്. ഓൾറെഡി നമ്മളൊക്കെ അറിയാവുന്ന, നമുക്ക് നന്നായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടേംസിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കുറേ ടൂൾസ് ആണ് ഗ്രാഫ് ആൻഡ് ഡയഗ്രംസ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇൻ റിസർച്ച് ദ ഡാറ്റ കളക്റ്റഡ് മേ ബി കോംപ്ലക്സ് nature. Diagrams and graphs is one of the method which simplifies the complexity of quantitative data and make them easily intelligible. അതുപോലെ തന്നെ they present dry and uninteresting statistical facts in the shape of attracting and appealing pictures. They have a lasting effect on the human mind than the conventional numbers. ഗ്രാഫ് അല്ലെങ്കിൽ ഡയഗ്രംസ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ആളുകൾക്ക്, അതായത് റീഡേഴ്സിന് ഇൻ്റലിജിബിൾ ആയിട്ടുള്ള ആൻസേഴ്സ് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇപ്പോൾ നമ്മളൊരു സെൻറ്റൻസായും കൊണ്ട് ഒരുപാടൊരു 2-3 പാരാഗ്രാഫ് എഴുതി ഒരു കാര്യത്തെക്കുറിച്ചുള്ള കൺക്ലൂഷൻ പറയുന്നതിനേക്കാളും നല്ലത്, അല്ലെങ്കിൽ ഒരു ടാബുലാർ ഫോർമാറ്റിൽ ഡാറ്റ കൊടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മളൊരു ഗ്രാഫ് വരച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അതിൻ്റെ മീനിങ് ആയിട്ടുള്ള രീതിയിൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ റീഡേഴ്സിന് പറ്റും. അപ്പോൾ നമ്മൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഫാക്ട്സ് നമ്മളൊരു സെൻറ്റൻസായും കൊണ്ട് അല്ലെങ്കിൽ ഒരു ടാബുലാർ ഫോർമാറ്റായിട്ട് നമ്മൾ കൊടുക്കുന്നതിനേക്കാളും റീഡേഴ്സിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക നമ്മൾ ഗ്രാഫിൽ അല്ലെങ്കിൽ ഡയഗ്രത്തിൽ കൊടുക്കുന്ന സമയത്താണ്. നമുക്കറിയാം, പിക്ചർ നമുക്ക് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, അല്ലേ? ക്ലിയർ. ഇപ്പോൾ ഒരു പക്ഷേ
റീഡേഴ്സിന് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർ സെൻറ്റൻസുകൾ വായിച്ചുകൊണ്ട് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള രീതിയിലേക്ക് എത്തൂല. അല്ലെങ്കിൽ ഒരു ടാബിൾ ഫുള്ളായിട്ട് റീഡ് ചെയ്ത് കൊണ്ട് അവരതിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മൾ ഗ്രാഫ് കൊടുക്കുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് അവരുടെ ആ മീനിങ് ഫുൾ ആയിട്ടുള്ള രീതിയിൽ ആ ഡാറ്റയെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഗ്രാഫ് ആൻഡ് ഡയഗ്രം കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് യൂസസ് ഓഫ് ഗ്രാഫ്സ് ആൻഡ് ഡയഗ്രംസ് ആണ്. ഗ്രാഫിൻ്റെ അല്ലെങ്കിൽ ഡയഗ്രത്തിൻ്റെ ഉപയോഗങ്ങളാണ് പറയുന്നത്. ഓക്കെ, they help in presenting quantitative facts in simple, clear and effective pictures. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഫാക്ട്സിനെ അല്ലെങ്കിൽ ഫിഗേഴ്സിനെ വളരെ സിമ്പിളായിട്ടുള്ള, വളരെ ക്ലിയർ ആയിട്ടുള്ള പിക്ചറായി പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാഫ് അല്ലെങ്കിൽ ഡയഗ്രംസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ദേ മേക്ക് ദ ഓൾ ഡാറ്റ റെഡിലി ഇൻ്റലിജിബിൾ. മൊത്തത്തിലുള്ള ഡാറ്റയെ വളരെ പെട്ടെന്ന് ഇൻ്റലിജിബിൾ ആയിട്ടുള്ള മീനിങ്ങിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുമെന്നുള്ളതാണ് രണ്ടാമത് പറയുന്നത്. തേർഡ് വൺ, ദേ ക്യാൻ ബി യൂസ്ഡ് ഫോർ കമ്പാരിസൺ പർപ്പസ്. പരസ്പരം കമ്പയർ ചെയ്യാനുള്ള പർപ്പസിൽ നമ്മൾ ടാബ്ലോ അല്ലെങ്കിൽ സെൻറ്റൻസോ കൊടുക്കുന്നതിനേക്കാളും വളരെ നന്നായും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയഗ്രമാറ്റിക്കലായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ദേ ക്യാൻ യൂസ്ഫുൾ ഇൻ അനലൈസിങ് കോംപ്ലക്സ് ഇക്കണോമിക് തിയറീസ്. കോംപ്ലക്സ് ആയിട്ടുള്ള ഇക്കണോമിക് തിയറികളെ വളരെ ലളിതമായി സിമ്പിളായി പ്രസൻറ്റ് ചെയ്യാൻ ഡയഗ്രംസിന് പറ്റുമെന്നുള്ളതാണ്. നെക്സ്റ്റ്, ദേ സേവ് മച്ച് ടൈം ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഡാറ്റ. നമ്മൾ ഒരു സെൻറ്റൻസ് ഫോർമാറ്റിലുള്ള ഒരു ഡാറ്റ ഒരുപാട് സമയമെടുക്കും നമുക്കത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കി അതിൽ നിന്നൊരു കൺക്ലൂഷനിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ. പക്ഷേ അതൊരു പിക്ചർ ഫോർമാറ്റിൽ, അതായത് ഒരു ഡയഗ്രമാറ്റിക് ഫോർമാറ്റിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് രീതിയിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ക്ലിയർ. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നമ്മളെ ലാഭിക്കാൻ ഈ ഒരു ഗ്രാഫ്സ് നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫാക്ട്സ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് വിത്തൗട്ട് ഡൂയിങ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്. നമ്മൾ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഫാക്ട്സ് നമുക്ക് അതിൻ്റെ ആ ഒരു രീതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ദേ ഹെൽപ്പ് ഇൻ ലൊക്കേറ്റിംഗ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് സച്ച് ആസ് മീഡിയൻ, ക്വാർട്ടൈൽ, മോഡ് എക്സെട്ര. നമുക്ക് ഗ്രാഫ് വരച്ചുകൊണ്ട് തന്നെ മീഡിയൻ, മോഡ് അതുപോലെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നുള്ളത്. നമ്മൾ ഈ കാൽക്കുലേഷനിലൂടെ പോവാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രാഫ് വരച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മീഡിയനും മോഡൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓൾറെഡി നമ്മൾ BNS എന്ന് പറയുന്ന പേപ്പർ പറഞ്ഞ സമയത്ത് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ ഗ്രാഫിൽ വരച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മീഡിയനും മോഡൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയായിരിക്കും, ഓർമ്മ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. മീഡിയനൊക്കെ കണ്ട സമയത്ത്, അതായത് നമ്മൾ ഗ്രാഫിക്കലായി കണ്ട സമയത്ത് നമ്മൾ ഒജീവ്സൊക്കെ വരച്ചിട്ട്, അതായത് ലെസ് ദാൻ ഒജീവും മോർ ദാൻ ഒജീവും വരച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മീഡിയൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗ്രാഫ് വരച്ച സമയത്ത്, അതായത് ഹിസ്റ്റോഗ്രാം വരക്കുന്ന സമയത്ത് നമ്മൾ എന്തുണ്ടായിരുന്നു, മോഡ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. എനിവേ നമ്മൾ നെക്സ്റ്റ് ടേമിലേക്ക് പോവുകയാണ്, അതായത് ടൈപ്സ് ഓഫ് ഗ്രാഫ്സ്. ഇപ്പോൾ ഈ ഗ്രാഫ് ഡയഗ്രം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഡിഫറൻസ് ഈ ഗ്രാഫും ഡയഗ്രം തമ്മിലുള്ളൂ. നമ്മൾ ഈ പിക്ചേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക, ഈ ഒരു പിക്ചർ ഫോർമാറ്റിലുള്ള ഡാറ്റ നമ്മൾ വരക്കുന്നത് ഒരു ഗ്രാഫ് പേപ്പറിലാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, ഗ്രാഫ് എന്ന് പറയും. അതല്ല നമ്മൾ സാധാരണ ഒരു പേജിൽ നമ്മൾ എപ്പോഴും വരക്കുന്ന പോലെയാണ്, കൃത്യമായ ഒരു ഗ്രാഫ് പേപ്പറിലല്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡയഗ്രാം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ രണ്ടും തമ്മിൽ ചെറിയ ടേമിൽ മാത്രമേ മാറ്റമുള്ളൂ. ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫ് പേപ്പറിൽ വരക്കുന്നത് നമ്മൾ ഗ്രാഫ് എന്ന് പറയാൻ പറ്റും. ഡയഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫ് അല്ലാത്ത എല്ലാത്തിനെയും നമുക്ക് എന്ത് പറയാം, ഡയഗ്രാം എന്ന് പറയാൻ പറ്റും കേട്ടോ. ഓക്കെ, ദി ഫോളോയിങ് ഗ്രാഫ് ആർ കോമൺലി യൂസ്ഡ് to represent data. First one, charts or line chart അല്ലെങ്കിൽ ലൈൻ ഗ്രാഫ് എന്ന് പറയാം. ദെൻ ബാർ ചാർട്ട്, സർക്കിൾ ചാർട്ട്, പൈ ഡയഗ്രാം ആൻഡ് പിക്ടോഗ്രാംസ്. പ്രധാനമായിട്ടും ഇതാണ് ഗ്രാഫിൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത്. എല്ലാം നമുക്ക് അറിയാവുന്നതാണെങ്കിൽ കൂടി ഒന്ന് സ്പീഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. ഫസ്റ്റ് വൺ, എ ലൈൻ ഗ്രാഫ്. എ ലൈൻ ഗ്രാഫ് ഈസ് എ ടൈപ്പ് ഓഫ് ചാർട്ട് യൂസ്ഡ് ടു ഷോ
information that change over time. We plot line graph using several points connected by straight line. We also call it line chart. ലൈൻ ഗ്രാഫ് അല്ലെങ്കിൽ ലൈൻ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും വരച്ചിട്ടുള്ള ഒരു ചാർട്ട് തന്നെയാണ്. കൃത്യമായി പോയിൻറ്റ്സ് മാർക്ക് ചെയ്തുകൊണ്ട് സ്ട്രൈറ്റ് ലൈൻ കൊണ്ടും കാണിക്കുന്ന ഒരു ചാർട്ടാണ് ലൈൻ ഗ്രാഫ് അല്ലെങ്കിൽ ലൈൻ ചാർട്ട് എന്ന് പറയുന്നത്. താഴെ കാണുന്നുണ്ടാവും, ഓൾറെഡി നമ്മൾ വരച്ചതാണ്. കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയേണ്ടതില്ല എന്ന് തോന്നുന്നു, കാരണം നമ്മൾ ഓൾറെഡി വരച്ച് പോയിട്ടുള്ള BNS പഠിച്ച സമയത്ത് നമ്മൾ വരച്ചിട്ടുള്ളൊരു ചാർട്ടാണിത്. ഓക്കെ, കാണുന്നുണ്ടാവും, പിക്ചർ ഫോമാറ്റിൽ കാണുന്നുണ്ടാവും. വളരെ ഈസി ആയിട്ടുള്ള ഒരു ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷനാണ് ലൈൻ ചാർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ബാർ ചാർട്ട്. The bar chart is a common type of graph which consists of parallel bars or rectangles with lengths that are equal to the quantities that occur in given data set. The bars can be presented vertically or horizontally to show the contrast and record information. നമുക്കെല്ലാവർക്കും അറിയാം, ബാർ ചാർട്ട് നമ്മൾ പഠിച്ചതാണ്, നമ്മൾ വരച്ചതാണ്. ഈ ബാർ ചാർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാർ ചാർട്ടിൻ്റെ ഹൈറ്റ് ഓരോ ബാറിങ്ങനെ കട്ടകളായിട്ടാണ് നമ്മൾ ബാർ ചാർട്ട് കൊടുക്കുക. പരസ്പരം ഇങ്ങനെ ഒരു അകലത്തിലാണ്, ഒരു കൃത്യമായ അകലത്തിലാണ് നമ്മളൊരു ബാർ ചാർട്ട് വരയ്ക്കുന്നത്. ആ ബാർ ചാർട്ടിൻ്റെ ഹൈറ്റിനാണ് നമ്മളതിൻ്റെ വാല്യൂ കൊടുക്കുന്നത്. അപ്പോൾ അത് എത്ര വീതി കുറച്ചോ വീതി ഉണ്ടാക്കി വരച്ചോ എന്നുള്ളതിന് ഇവിടെ എന്തില്ല, പ്രാധാന്യമില്ല. ജസ്റ്റ് അതിൻ്റെ ഹൈറ്റിൽ മാത്രമേ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ നമ്മൾ എടുക്കുന്നുള്ളൂ. ക്ലിയർ? അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ മുകളിലേക്ക്, താഴ്ന്ന് മുകളിലേക്ക് വരക്കാം, അല്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരക്കാം, അല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരക്കാം. എനിവേ നമ്മളതിൻ്റെ ഹൈറ്റിന് മാത്രമേ നമ്മളിത് എന്ത് ചെയ്യുള്ളൂ, ഒരു ബാർ ചാർട്ടിൽ നമ്മളതിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതുതന്നെ ബാർ ചാർട്ട് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമ്മളിങ്ങനെ ബാറുകൾ കൊണ്ട് അതിൻ്റെ അളവുകൾ കാണിക്കുന്ന ഒരു തരത്തിലുള്ള ചാർട്ടിനെയാണ് ബാർ ചാർട്ട് എന്ന് പറയുന്നത്. പിക്ചർ കാണുന്നുണ്ടാവും. നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള, പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് തന്നെയാണ് ബാർ ചാർട്ട് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ, ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാം ഈസ് എ ഗ്രാഫ് of frequency distribution. It is a set of vertical bars whose are proportional to the frequencies. While constructing histogram, the variable is always taken on the x-axis and the frequency is on y-axis. എല്ലായ്പ്പോഴും ബാർ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ തന്നെയാണ് എടുക്കുക. അതായത് x-axisൽ വേരിയബിളും വൈയിൽ അതിൻ്റെ ഫ്രീക്വൻസീസുമാണ് നമ്മൾ എടുക്കുക. പക്ഷേ ഹിസ്റ്റോഗ്രാമിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹിസ്റ്റോഗ്രാമിൽ സാധാരണ നമ്മൾ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനിലാണ് നമ്മൾ ഹിസ്റ്റോഗ്രാം വരക്കുന്നത്. അതായത് ക്ലാസ് സീരീസ് ഉള്ള സമയത്താണ് നമ്മൾ ഹിസ്റ്റോഗ്രാം വരക്കുക. അപ്പോൾ പരസ്പരം 0 to 10, 10 to 20 അല്ലേ, ഒരു ക്ലാസ് കഴിഞ്ഞ് ഉടനെ തന്നെയാണ് അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. പരസ്പരം ടച്ച് ചെയ്തുകൊണ്ടാണ് ഓരോരോ ബാറുകൾ തമ്മിലുണ്ടാവുക. അതുപോലെ തന്നെ ബാറിൻ്റെ നീളത്തിനും അതുപോലെ തന്നെ വീതിക്കും നമ്മളവിടെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഹൈറ്റിൽ നമ്മൾ അതിൻ്റെ ഫ്രീക്വൻസി കാണിക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ വിടുത്തിൽ അതിൻ്റെ ക്ലാസിൻ്റെ വിടുത്ത് കാണിക്കുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ ഒരുപോലെ ഹൈറ്റിനും അതുപോലെ തന്നെ അതിൻ്റെ വിടുത്തിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഗ്രാഫാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാറുകൾ തമ്മിൽ പരസ്പരം ടച്ച് ചെയ്തിട്ടാണ് എന്തുണ്ടാവുക, ഹിസ്റ്റോഗ്രാം ഉണ്ടാവുക. ഓൾറെഡി നമ്മളിതൊക്കെ പഠിച്ചതായിരുന്നു, ഓർമ്മയുണ്ടാവും എന്ന് കരുതുന്നു. ദ നെക്സ്റ്റ് വൺ, ഫ്രീക്വൻസി പോളിഗൺ. Okay, the frequency polygon is a graph of frequency distribution. Here we draw a histogram of the data and then join a straight line and midpoints of upper horizontal sides of the bars. Join both ends of the frequency polygon with the x-axis. Frequency polygon നമ്മളെല്ലാവരും വരച്ചതാണ്. ഫ്രീക്വൻസി പോളിഗണിൽ നമ്മൾ ഗ്രാഫ് ആദ്യം ഹിസ്റ്റോഗ്രാമാണ് വരയ്ക്കുക. ഹിസ്റ്റോഗ്രാം വരച്ചതിന് ശേഷം ഓരോ ബാറിൻ്റെയും ഏറ്റവും മുകൾ ഭാഗത്തിൽ അതിൻ്റെ മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് ആ മിഡ് പോയിൻറ്റിലൂടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു സ്ട്രൈറ്റ് ലൈൻ വരക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയുന്നത്. അതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യും, എക്സ് ആക്സിസിലേക്ക് ഈ പരസ്പരം മിഡ് പോയിൻറ്റുകളെ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് സ്ട്രൈറ്റ് ലൈനോടൊന്ന് മുട്ടിക്കും. ക്ലിയർ? ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലും അതുപോലെ തന്നെ എൻഡിങ്ങിലും എന്ത് ചെയ്യും, ജസ്റ്റ് ഹിസ്റ്റോഗ്രാം വരച്ചുകൊണ്ട് അതിന് മിഡ് പോയിൻറ്റിലൂടെ ഇങ്ങനെ എക്സാക്സിൽ തന്നെ തുടങ്ങി നേരെ ഇങ്ങനെ
എന്ത് ചെയ്യും, അടുത്ത ക്ലാസ്സിൻ്റെ മിഡ് പോയിന്റിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, മുട്ടിക്കുന്ന ഒരു കർവിനെയാണ് ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഇതൊക്കെ നമ്മൾ വരച്ചതാണ്, നിങ്ങൾക്ക് അറിയാം എന്ന് കരുതുന്നു. നെക്സ്റ്റ് ആണ് ഫ്രീക്വൻസി കർവ്. ഫ്രീക്വൻസി പോളിഗണെ പോലെ തന്നെയാണ് ഫ്രീക്വൻസി കർവും, പക്ഷേ ഫ്രീക്വൻസി കർവിൽ അവിടെ ഒരു സ്മൂത്ത് കർവാണ് ഉണ്ടാവുക. നമ്മൾ ഫ്രീക്വൻസി കർവ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു സ്ട്രൈറ്റ് ലൈനാണുള്ളത്. മേ ബി നമുക്ക് ഹിസ്റ്റോഗ്രാം വരച്ചുകൊണ്ടും ഹിസ്റ്റോഗ്രാം ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോളിഗൺ വരക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ കർവ് വരക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫ്രീക്വൻസി കർവും പോളിഗണും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസി കർവ് എന്ന് പറയുന്നത് സ്ട്രൈറ്റ് ലൈനാണ്, ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയുന്നത് സ്മൂത്ത്ഡ് കർവാണ്. ഓക്കെ, അപ്പോൾ ഞാനത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് രണ്ടും കൂടിയുള്ള പിക്ചറാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഫ്രീക്വൻസി കർവിന് താഴെ കൊടുത്തിട്ടുള്ളത്, അതായത് ഫ്രീക്വൻസി കർവാണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. കാരണം കാണാൻ പറ്റും നമുക്ക് സ്കെയിൽ വെച്ചിട്ടുള്ള സ്ട്രൈറ്റ് ലൈൻ ആണുള്ളത്. ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയുന്നത് ഫ്രീക്വൻസി കർവ് എന്ന് പറയുന്നത് എന്താണ്, സ്മൂത്ത്ഡ് കർവാണ് കേട്ടോ. ഓക്കെ, പോളിഗൺ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്ട്രൈറ്റ് ലൈൻ ആണ്. ദെൻ അതുപോലെ തന്നെ ഫ്രീക്വൻസി കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്മൂത്ത്ഡ് ലൈൻസ് ആയിരിക്കും. കാരണം ഇവിടെ കാണുന്നുണ്ടാവും, ഇവിടെ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ഒജീവ്സ് ഓർ കുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു ഡയഗ്രാമാറ്റിക് പ്രസൻറ്റേഷനാണ് ഒജീവ്സ് എന്ന് പറയുന്നത്. ഒജീവ്സ് a frequency distribution can be cumulated in two ways: less than cumulative series or more than cumulative series. Smoother frequency curve drawn for these two cumulative series are called cumulative frequency curve or ogives. Ogives അല്ലെങ്കിൽ cumulative frequency curve എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, ലെസ് ദാൻ ഓരോ ക്ലാസ്സിൻ്റെയും നമ്മൾ അതിൻ്റെ താഴെ വരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ വരുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ അക്കുമുലേറ്റ് ചെയ്യുന്ന ഒരു ടാബിളിന് വേണ്ടി നമ്മൾ വരയ്ക്കുന്ന ഒരു ഗ്രാഫിനെയാണ് കുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് എന്ന് പറയുന്നത്. ക്ലിയർ? നമുക്കറിയാം, നമുക്ക് ഓർമ്മയുണ്ടാവും എന്ന് കരുതുന്നു, ലെസ് ദാനും മോർ ദാനും. അതായത് ഒരു ക്ലാസ് സീരീസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ 0 to 10, 10 to 20, 20 to 30, 30 to 40 എന്ന് പറയുന്ന പോകുന്ന ഒരു ക്ലാസ് സീരീസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലെസ് ദാൻ 10 അല്ലേ, ആദ്യ ക്ലാസ്സിലെ ആൾക്കാരെ മാത്രം എടുത്തുകൊണ്ട് ലെസ് ദാൻ 10 എന്ന് പറയുന്ന ഒരു ഡാറ്റ ഉണ്ടാക്കാൻ പറ്റും. then അതുപോലെ തന്നെ ലെസ് ദാൻ 20 ആദ്യ 2 ക്ലാസ്സുകളിലുള്ള ഫ്രീക്വൻസി മൊത്തത്തിൽ കൂടിയിട്ട്, then ലെസ് ദാൻ 30 ആദ്യ 3 ക്ലാസ്സുകളിലുള്ള ഡാറ്റ അല്ലേ. അപ്പോൾ ആ ഒരു ഡാറ്റ വെച്ചുകൊണ്ട് ഇതിന് എത്രത്തോളമാണ് ഓരോ ക്ലാസ്സിലും ഇങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കുമുലേഷൻ വരുന്നത് എന്നുള്ളത് നമുക്ക് ഗ്രാഫിക്കലായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലെസ് ദാനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോർ ദാൻ നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ? ഓൾറെഡി നമ്മൾ പറഞ്ഞതായിരിക്കും. അപ്പോൾ ലെസ് ദാൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വരക്കുന്നതിനാണ് ലെസ് ദാൻ ഒജീവ് എന്ന് പറയുന്നത്. ദെൻ മോർ ദാൻ ഉള്ള ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വരക്കുന്നതിനാണ് മോർ ദാൻ ഒജീവ് എന്ന് പറയുന്നത്. ദെൻ രണ്ടും കൂടി ഒരു ഗ്രാഫിൽ കാണിച്ചാൽ ലെസ് ദാൻ ഒജീവും അതുപോലെ തന്നെ മോർ ദാൻ ഒജീവും. നമുക്കറിയാം ഈ രണ്ടും കൂട്ടിമുട്ടുന്ന ഈ പോയിന്റിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് പറയുന്നത്. ക്ലിയർ? ലെസ് ദാൻ ഒജീവും മോർ ദാൻ ഒജീവും. ക്ലിയർ? ഞാനവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഗ്രീൻ കളറിൽ കാണുന്നതാണ് മോർ ദാൻ ഒജീവ്, റെഡ് കളറിൽ കാണുന്നതാണ് ലെസ് ദാൻ ഒജീവ്. ക്ലിയർ? മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എനിവേ, നെക്സ്റ്റ് സൈക്കിൾ ചാർട്ട് ഓർ പൈ ഡയഗ്രാം. സർക്കിൾ ചാർട്ട് അല്ലെങ്കിൽ പൈ ഡയഗ്രാം എന്ന് പറയുന്നത് നമ്മൾ വൃത്താകൃതിയിൽ ഡാറ്റ പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് സർക്കിൾ ഡയഗ്രാം എന്ന് പറയുന്നത്. എ പൈ ഡയഗ്രാം ഈസ് എ സർക്കിൾ ഡിവൈഡഡ് ഇൻറ്റു സെക്ഷൻസ് വിച്ച് ഈച്ച് ഡിസ്പ്ലേ ദ സൈസ് ഓഫ് relative piece of information. Each section of the graph comes together to form a whole. In a pie diagram, the length of each sector is proportional to the percentage it represents. Pie diagram is particularly well when each slice of the pie represents 20 to 50% of the given data. നമ്മൾ ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ടാണ് ഒരു പൈ ഡയഗ്രത്തിൽ അതിൻ്റെ വിഡ്ത്തും അല്ലെങ്കിൽ അതിൻ്റെ മൊത്തത്തിൽ നമ്മൾ ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം, ആ ഏരിയ ഉണ്ടാവുക. അപ്പോൾ സാധാരണ രീതി നമ്മൾ പെർസെൻറ്റേജ് രൂപത്തിലാണ് പെർസെൻറ്റേജ് കണ്ട് പെർസെൻറ്റേജ് നമ്മൾ ആംഗിൾ രൂപത്തിലേക്ക് ആക്കിയിട്ടാണ് ഒരു പൈ ഡയഗ്രാം വരക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു പൈ ഡയഗ്രാം ഒരു വൃത്തത്തെ നമുക്ക് 100% ആക്കി മാറ്റിയിട്ട് അതിലെന്ത് ചെയ്യുകയാണ്, നമ്മുടെ ഡാറ്റയുള്ള പെർസെൻറ്റേജിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു വൃത്തത്തെ എന്ത് ചെയ്യുകയാണ്, സബ്ഡിവൈഡ് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് പൈ ഡയഗ്രാം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് പിക്ടോഗ്രാംസ്. പിക്ടോഗ്രാംസ് ആർ ആൾസോ കോൾഡ് a pictogram, also called a pictogram or pictograph, is a ideogram that conveys
ഇറ്റ്സ് മീനിങ് ത്രൂ ഇറ്റ്സ് പിക്ടോറിയൽ റിസംബ്ലൻസ് ടു എ ഫിസിക്കൽ ഒബ്ജക്റ്റ്. ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റിനെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനിലൂടെ നമ്മൾ കാണിക്കുന്നതിനെയാണ് പിക്ടോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, എ പിക്ടോഗ്രാം ഹാസ് ഓഫൺ യൂസ്ഡ് ഇൻ റൈറ്റിംഗ് ആൻഡ് ഗ്രാഫിക് സിസ്റ്റം ഇൻ വിച്ച് എ ക്യാരക്ടേഴ്സ് ആർ ടു കൺസിഡറബിൾ എക്സ്റ്റെൻഡ് എ പിക്ടോറിയൽ ഇൻ അപ്പിയറൻസസ്. നമ്മൾ ആ ഡാറ്റയെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഡാറ്റ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഡാറ്റയെ നമ്മൾ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, പിക്ടോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ബസ്സിനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ബസ്സിനെ അവിടെ നിന്ന് ചെറുതായിട്ട് വരച്ച് വെക്കുന്ന ഒരു രീതിയാണ് പിക്ടോഗ്രാം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾസ് ഒരു ടേബിൾ താഴെ കൊടുത്തിട്ടുണ്ട് ഒരു എക്സാമ്പിളായിട്ട്. ഇപ്പോൾ മാംഗോ ട്രീയുടെ എണ്ണമാണ് കാണുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ മാംഗോ ട്രീ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ജസ്റ്റ് മാംഗോ ട്രീ അങ്ങ് വരച്ച് വെക്കുകയാണ്. ബനാന ട്രീ ആണെങ്കിൽ ബനാന ട്രീ ഒന്ന് അങ്ങനെ എന്ത് ചെയ്യുകയാണ്, വരച്ച് വെക്കുകയാണ്. സോ ഇതിലിപ്പോൾ മേ ബി ഒരു ട്രീ എന്ന് ഉദ്ദേശിക്കുന്നത് 1000 ട്രീ ആയിരിക്കാം മേ ബി. അപ്പോൾ 1000 ഒരു പഞ്ചായത്തിലുള്ള ട്രീസിൻ്റെ എണ്ണമാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ മേ ബി ഇപ്പോൾ നമ്മൾ ഒരു ട്രീ എന്നുള്ളത് എത്രയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ 6000 മാംഗോ ട്രീസ് ആണുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 6 പിക്ചർ വരച്ച് വെക്കാം. മേ ബി മേ ബി നമ്മൾ എത്ര സ്പെസിഫൈ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് തന്നെ തീരുമാനിക്കാം കേട്ടോ. ക്ലിയർ? അപ്പോൾ അങ്ങനെ എനിവേ നമ്മളതിനെ ആ പിക്ചറായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് പിക്ടോഗ്രാം എന്ന് പറയുന്നത്, സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ടേം ഇതിൽ ഗ്രാഫ് ആൻഡ് ഡയഗ്രാം എന്ന് പറയുന്ന ടേം ഇതിൽ നമുക്ക് എടുക്കാനുള്ളത്. അപ്പോൾ ഇത് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത് എന്തൊക്കെയാണ് ഡിസ്ക്രിപ്റ്റീവ് ടെക്നിക്സ്, നമ്മൾ ഉപയോഗിക്കുന്ന ഡിസ്ക്രിപ്റ്റീവ് ടെക്നിക്സ് എന്താണെന്ന് പറഞ്ഞു. അതിന് ശേഷമാണ് ഗ്രാഫ് ആൻഡ് ഡയഗ്രാം എന്ന് പറയുന്ന ടേമിലേക്ക് പോയത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.